ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം എന്താണ്, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആദ്യം നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അവരിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് മാറ്റമാണ് വ്യൂസിൻ്റെ പേഴ്സണ് ഈ ഒരു സമയം ഉള്ളത്? നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിക്കുക. ഓവറോൾ എനർജി ബ്ലോക്കേജ് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ഓവറോൾ എനർജി ബ്ലോക്ക് ആയിരുന്നു, ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഹീലിംഗ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബൗണ്ടറി ഒക്കെ എടുത്ത് മാറ്റാൻ പോകുന്നു, ബ്ലോക്കേജ് ഒക്കെ എടുത്ത് മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 7, 9, 14, 5, 4, 10, 1, 2 ഈ നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ നമ്പറോ ഡേറ്റ് മന്തോ നിങ്ങളുടെ റിലേഷനുമായി, നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാളും നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നു. ഒരു പക്ഷേ നിങ്ങളും അവരെ ഇഗ്നോർ ചെയ്ത് നിങ്ങളും വിട്ടുപോയതിന് ശേഷം നിങ്ങളിപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവരിപ്പോൾ അട്രാക്റ്റഡ് ആകുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്, യൂണിവേഴ്സിൻ്റെ എനർജി അവരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സെയിം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വന്നിരിക്കുന്നു. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടും നിങ്ങൾ അവരെ വിട്ടുകളഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെ വീണ്ടും വീണ്ടും അവരുടെ പിറകെ ചെല്ലുന്നത് ഓർത്തിട്ട് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. ഓക്കെ, എത്രയൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടും നിങ്ങൾ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നിങ്ങളെ നോക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരുപാട് കെയറും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളെ അവർ 0 ആയിട്ട് എണ്ണി നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് വാല്യൂ തോന്നുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ഒരുപാട് വർദ്ധിച്ചതായി തോന്നുന്നു. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിരിക്കുന്നു. സമയം ഇപ്പോൾ അനുകൂലമായിരിക്കുന്നു. നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികവും മാനസിക ബലവും നിങ്ങൾക്ക് സന്തോഷവും ഇമോഷണൽ കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ നേർക്ക് വരുന്ന ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഉത്തരം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ചെയ്ത ഓരോ തെറ്റുകൾക്കും അവർക്ക് റിഗ്രറ്റ് തോന്നുന്നു എന്നുള്ളതാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയല്ലോ. അവർക്ക് കുറ്റബോധത്തോടു കൂടി നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജോ അവർ നോക്കി വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം അവർ മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ടും നിങ്ങൾ അവരെ വിട്ട് കളയാതെ അവരുടെ പിറകെ പോകുന്നത് കണ്ടിട്ട് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർ തോറ്റിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ക്വീൻ ഓഫ് കപ്പ്, നിങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് പ്രണയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എത്രത്തോളമാണോ അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ തിരികെ നൽകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ചില വ്യക്തികൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റ് തേർഡ് പാർട്ടികൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ
അതെല്ലാം അവർ മാറ്റിക്കളയുന്നു. അവർക്ക് അതിലൊന്നും ഇനി അവർ ശ്രദ്ധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോട് എത്രത്തോളം അവർ ദേഷ്യപ്പെട്ടു എന്നും എന്നിട്ടും നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത് അവരെ മിസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അവർക്ക് വാല്യൂ കൊടുത്തു എന്നും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ബൗണ്ടറികളെല്ലാം അവർ എടുത്ത് മാറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടവറാണ് വന്നിരിക്കുന്നത്. ഈ ബൗണ്ടറിക്ക് മുകളിലാണ് ടവർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിൽ ടവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡബിൾ കെട്ടിവെച്ചിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയുടെയും മുകളിലാണ് ഈ ടവർ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീലിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം എന്തെന്നുകൂടി നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ തീരുമാനം എന്താണ്? വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ, സന്തോഷത്തോട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുണ്ടോ? പേഴ്സൻ്റെ തീരുമാനം ഗ്രോത്ത് ആണ് അവർ തീരുമാനിക്കുന്നത്. നിങ്ങളോടൊപ്പം റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ, ചില ബ്ലാക്ക് എനർജികൾ, ചില നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 1 5 14 5 6 4 13 4 5. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന നമ്പർ. നിങ്ങളുടെ പേഴ്സൺ എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു ഗ്രോത്ത് വേണം, ഇനി നിങ്ങളോടൊപ്പം താങ്ങും തണലുമായിട്ട് കൂടെ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതിലേക്ക് ചില കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഗോളുകൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇടപെട്ടിട്ടുള്ള മറ്റ് ചില വ്യക്തികളുണ്ട്, ചില ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷനുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിലയിരുത്തണം. അവരൊക്കെ ആരാണ്, എന്തിനാണ് ലൈഫിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ഈ ഉണ്ടായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം. അടിയും വഴക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ഷൻ ആയിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളുടെ നല്ല വശങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയതിന് ശേഷം നിങ്ങളിലുള്ള നല്ല വശങ്ങളെല്ലാം അവർക്ക് അട്രാക്ഷൻ ആകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതുവരെയും കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു മാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളെ സന്തോഷിപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷമാകും. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളെ വേദനിപ്പിച്ചതിനെല്ലാം അവർ ഒരു കുറ്റബോധം പോലെ ഇനി നിങ്ങളെ സന്തോഷിപ്പിക്കണം, ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുന്നു. ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വരുന്നത്. ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സ്ട്രഗിളിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം, നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു മാറ്റം വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളോടൊപ്പം വന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. മാത്രമല്ല അനുഭവിക്കുന്നതായിട്ടുള്ള ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം വന്നുകൊണ്ട് സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് കോള് മെസ്സേജ് ചെയ്യുവാനും നിങ്ങളെ കാണുവാനും ഒക്കെ അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. ചില വ്യക്തികൾ കാണുവാനായിട്ട് വന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും നല്ലൊരു സമയത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ കോള് മെസ്സേജുകൾ അവരെടുക്കുന്നു. ഒരു സെലിബ്രേഷൻ ലൈഫിൽ ഉണ്ടാകും, ഇനി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ലൈഫിൽ ഉണ്ടായ അടിയും വഴക്കുകൾക്കും കാരണങ്ങൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ചില തേർഡ് പാർട്ടി ആണോ അടി ഉണ്ടാക്കിയത്, അവർ കാരണമാണ് അടി ഉണ്ടായത്, വഴക്കുണ്ടായതൊക്കെ
നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില വ്യക്തികളെ അവരുടെ ലൈഫിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ചില ബ്ലാക്ക് മാജിക്കുള്ള വ്യക്തികളുണ്ടായിരുന്നു. ആ വ്യക്തികളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം എല്ലാം മനസ്സിലാക്കി അവരെ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞു. ഇത്രയും നാളും തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് കേട്ട് മാനസികമായി തകർത്ത് നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. അപ്പോൾ ലൈഫിലുണ്ടായിരുന്ന ചില ബ്ലാക്ക് എനർജീസിനെയൊക്കെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, അതിനെല്ലാം പറഞ്ഞു വിട്ട് നിങ്ങളിലേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ള തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകും. ലൈഫിലുണ്ടായ എല്ലാ കാര്യത്തിലും നിന്നും ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, ഇവിടെ 3 കാർഡ്സ് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങൾ എപ്പോഴും അവരുടെ ലൈഫിൽ അവർക്കൊപ്പം അവരുടെ ഏത് സിറ്റുവേഷനിലും നിങ്ങൾ അവരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു നന്ദി പറച്ചിലാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഓക്കെ, ഇത്രയും നാളും നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മാനസികമായി അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ 9 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഇപ്പോൾ അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവർ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. ഇതുവരെയും നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അവസാനിച്ചപ്പോൾ ആ ഒരു അന്ധകാരം മാറിപ്പോയപ്പോൾ നിങ്ങൾ അഫർമേഷൻ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഇവിടെ ഫലിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജീവിതത്തിൽ അവരൊറ്റപ്പെട്ടു പോയിരുന്നു. ആ ഒറ്റപ്പെട്ടപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവരെന്താണെന്നും അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ്. ഭക്തിപൂർവ്വമുള്ള ഒരു സ്നേഹമാണ് ഇപ്പോൾ തോന്നുന്നത്, ഒരു റെസ്പെക്റ്റാണ് തോന്നുന്നത് നിങ്ങളോട്. ഓക്കെ, ഇവിടെ മജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് അവർ മനസ്സിലാക്കുന്നു, മജീഷ്യൻ ആണെന്ന് മനസ്സിലാക്കുന്നു, സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നു, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് വന്നു ചേരുമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളൊരു മജീഷ്യനാണ്, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ സർവ്വതും നേടിയെടുക്കുവാൻ കഴിയുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള ജീവിതം അവർക്ക് നിങ്ങളോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നുപോയ ഒരു വ്യക്തി ആയിരിക്കാം. ഇപ്പോൾ അവർക്ക് എവിടെ പോയിരുന്നാലും നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവരെത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ അവരുടെ ചിന്തയിൽ നിന്നോ മനസ്സിൽ നിന്നോ എടുത്ത് മാറ്റുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ മാപ്പ് ചോദിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഓർമ്മയാണ്, നിങ്ങളുമായിട്ട് വന്ന് ഒരുമിച്ച് ഇനിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം ചിലവഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.